ഫ്രണ്ട്സ്, നമുക്കിന്ന് കെറ്റിലൊരു ഉണക്കമീൻ കറി ഉണ്ടാക്കാം. അതായത് ചൂട് വെച്ചിട്ടുള്ള ഒരു ഉണക്കമീൻ കറി. അതിനായി വേണ്ടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, രണ്ടായി മുറിച്ച മുരിങ്ങ, പച്ചമുളക്, പിന്നെ നമ്മുടെ ഉണക്ക ചൂട, പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി. തന്നെ കുറച്ച് പിഴുളി എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഞെരടിയെടുക്കുക. അതിൻ്റെ സത്ത് മൊത്തം അതിൽ ലയിക്കുന്ന രീതിയിൽ നല്ലപോലെ അതിനെ ഉടച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കെറ്റിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇത് ഒന്ന് ചൂടാവാൻ വേണ്ടി ഒരു സ്വല്പം നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചേക്കാം. അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സ്പൂണ് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുരിങ്ങയും ഇത്തിരി വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പിട്ട ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ചട്ടിയിലൊക്കെ കറി വെക്കുന്ന കൂട്ട് നല്ലപോലെ വെന്തളിഞ്ഞൊന്നും വരില്ല, കാരണം നമ്മൾ കെറ്റിലാണ് വെക്കുന്നത്. അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം വേണ്ടുന്നതായിട്ടുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. പച്ചമസാല മണമൊക്കെ ഒന്ന് മാറി വന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
മീനിൻ്റെ മട്ടി വീഴാതെ പുളിവെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോഴത്തേന് നേരത്തെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ മണവും ഗുണമൊക്കെ ആ അരപ്പിലൊന്ന് ചേർന്ന് വരുന്നിടം വരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ നമ്മുടെ മീൻകറി വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളി ഉണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ നമുക്ക് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് കെറ്റിൽ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആറാൻ വേണ്ടി കാത്തിരിക്കാം. നല്ല ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആറിയതിനു ശേഷം നമുക്ക് കെറ്റിലിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയും എരിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു മീൻകറിയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.